അടുത്ത പഠിക്കാൻ മോശം വെച്ചാൽ the problem a jet of water 5 cm in diameter issues with a velocity of 20 meter per second and impinges on a series of vanes. The vanes are so arranged that each vane appears successively before that jet in the same position and are always moving with a velocity of 5 meter per second. Find the force exerted on the plate, work done by the jet and efficiency of the jet. A jet of water, jet 5 cm in diameter. And diameter അതിൻ്റെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ എത്രയാണ് 5 cm. അപ്പോൾ അത് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ എന്ന് വെച്ചാൽ 5/4 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ. അപ്പോൾ ഡയമീറ്റർ ഇവിടെ സെൻറ്റിമീറ്ററിലായതുകൊണ്ടാണ് അതിനെ ഇതാക്കാൻ വേണ്ടി മീറ്ററിലാക്കാൻ വേണ്ടി 100 ഡിവൈഡ് ചെയ്തത്. അടുത്ത് ഇഷ്യൂസ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ പോകുന്ന സ്പീഡ് അത്ര 20 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഇംപ്രിഞ്ചസ് ഓൺ എ സീരീസ് ഓഫ് വെയിൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. സീരീസ് ഓഫ് വെയിൻസ് ഇങ്ങനെ കുറേ സീരീസ് ഓഫ് വെയിൻസ് ഉണ്ട്. The veins are so arranged that each vein appears successively before that jet in the same position. എന്ന് വെച്ചാൽ ഒന്ന് ഇപ്പം ജെറ്റ് ഒന്ന് ഷോർട്ട്സ് ചെയ്ത് ഒന്ന് ഹിറ്റ് ചെയ്ത് മുകളിൽ കയറുമ്പോൾ അടുത്ത് വരും, അത് പോകുമ്പോൾ അതിൻ്റെ അടുത്ത് വരും, അങ്ങനെ അതാണ് സക്സസ്ഫുള്ളി എന്നാണ് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ഓൾവേസ് മൂവ് വിത്ത് എ വെലോസിറ്റി ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ്. എന്ന് വെച്ചാൽ ഈ വെയിൻസ് ഇതിൻ്റെ ഓരോ വെയിൻ ഇത് ഇങ്ങനെ പോകുന്ന സ്പീഡ്, ഈ വെയിനിൻ്റെ സ്പീഡ് എത്രയാണ് 5 മീറ്റർ പെർ സെക്കൻഡ്, ജെറ്റിൻ്റെ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ്. I find the force exerted on the plate, work done by the jet and efficiency of the jet. അപ്പം നമ്മൾ ഇതിൽ പഠിച്ചായിരുന്നു, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് ഇതേപോലെ ഒരു ഇങ്ങനെ വെർട്ടിക്കൽ ഒരു പ്ലേറ്റ് ഇരിക്കുന്നത്, വെർട്ടിക്കൽ പ്ലേറ്റ് അത് ഫിക്സഡ് ആണെങ്കിൽ എന്താണ് ഫോർമുല, റോ എ ഇൻറ്റു വി. ഒരു വെർട്ടിക്കൽ പ്ലേറ്റ് ഫിക്സ് ചെയ്തിരുന്ന ഇങ്ങനെ വെർട്ടിക്കൽ പ്ലേറ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്തിരുന്ന ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് എന്ന് വെച്ചാൽ എന്താണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ റോ എ എന്ന് വെച്ചാൽ ഫുൾ പറഞ്ഞ ഒരു സെക്കൻഡിൽ വരുന്ന ഫുൾ മാസും ജെറ്റ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യും, ഇവിടെ അത് ഹിറ്റ് ചെയ്യും. പക്ഷേ അത് ഇങ്ങനെയുള്ള ഒരു ഇത് സെയിം വെർട്ടിക്കൽ പ്ലേറ്റ് അത് മൂവ് ചെയ്തു, ഇത് പറഞ്ഞ സ്പീഡ് ബി മൂവ് ചെയ്യുന്ന യു ആണെങ്കിൽ എന്താണ് ഒറ്റ ഒരെണ്ണമുള്ളത്, അതാണ് ആദ്യം പഠിപ്പിച്ചത്. അങ്ങനെയാണ് ഒറ്റ ഒരെണ്ണമുള്ളത് മൂവ് ചെയ്തുകൊണ്ടിരിക്കണത് എന്താണ് മാസ് ഫ്ലോ റേറ്റ് എന്ന് വെച്ചാൽ റോ എ ഇൻറ്റു വി മൈനസ് യു എന്ന് പറയും. പക്ഷേ ഇതുപോലെ ഒരുപാട് പ്ലേറ്റ് ഇതേപോലെ സീരീസ് ഓഫ് പ്ലേറ്റ് ആണെങ്കിൽ ഒരു വെർട്ടിക്കൽ പ്ലേറ്റ് ഉണ്ട്, അത് കുറേ സീരീസ് ആണ്, ഒന്ന് ഇതേപോലെ ഒന്ന് രണ്ട് കുറേ വെച്ചാൽ ഒന്ന് മുകളിലോട്ട് പോകുമ്പോൾ അടുത്ത് വരും. അങ്ങനെയാണെങ്കിൽ എന്താണ്, അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയുന്ന പോലെ അത് ഫിക്സഡിൻ്റെ പ്രോപ്പർട്ടി പോലെ ഫിക്സഡ് കണ്ടീഷനിൽ നമ്മൾ എന്താണ് പഠിച്ചത്, അത് ഫിക്സ് ചെയ്തപ്പോൾ എന്താണ് പഠിച്ചത്, അതിൻ്റെ സെയിം പ്രോപ്പർട്ടിയാണ്. ഫിക്സ് ചെയ്തപ്പോൾ എന്താണ് പഠിച്ചത് മാസ് ഫ്ലോ റേറ്റ് എന്ന് വെച്ചാൽ റോ എ വി നേരത്തെ പറയുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ സെയിം ഇത് തന്നെ ഇവിടെയും വരും. അപ്പോൾ ഇവിടെ പ്ലേറ്റ് മൂവ് ചെയ്യുമെങ്കിൽ അതെന്നാണ്, അത് സീരീസാണ്, ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ ഇത് പോയി കഴിയുമ്പോൾ അടുത്ത് ഇത് വരും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇവിടെ ഇരിക്കുന്ന പോലെ തോന്നും, ഒരെണ്ണം ഇവിടെ എപ്പോഴും ഉള്ളതുപോലെ നമുക്ക് ആ ഒരു ഇത് കഴിയും, ആ ഒരു എഫക്റ്റ് ചെയ്യും. ഒരു പ്ലേറ്റ് എപ്പോഴും ഇവിടെ ഉള്ളതുപോലെ ഉള്ള ഒരു എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇതെന്താണ് ഫിക്സഡിൻ്റെ സെയിം ഇതായിരിക്കും. മാസ് ഫ്ലോ റേറ്റ് എന്ന് വെച്ചാൽ റോ എ ഇൻറ്റു വി. അപ്പോൾ എഫക്ട്സ് എന്ന് വെച്ചാൽ റോ എ ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ മൈനസ് ഫൈനൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. അത് അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇതെന്താണ്, ഇത് മൂവ് ചെയ്യുന്ന പ്ലേറ്റാണ്, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സ്പീഡ് വി, പ്ലേറ്റിൻ്റെ യു, അപ്പം റിലേറ്റീവ് വെലോസിറ്റി വെച്ചാൽ വി മൈനസ് യു, അത് ഇങ്ങോട്ട് വി മൈനസ് യു. ഇത് ഇനിഷ്യൽ വെലോസിറ്റി, ഇത് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എക്സ് ഡയറക്ഷനോട് എഴുതിയിട്ടുണ്ട്, വി മൈനസ് യു. ഫൈനൽ വെലോസിറ്റി പോകുന്നതാണ് ഈ ഡയറക്ഷനാണ്, താഴോട്ട്. അപ്പോൾ അതിൻ്റെ എക്സ് ഡയറക്ഷൻ ഇങ്ങനത്തെ കമൗണ്ട് എത്രയായിരിക്കും 0. ഇതിലോട്ട് പ്രശ്നം പറയുന്നിട്ടുണ്ട് കിട്ടും. അപ്പോൾ വർക്ക് ഡൺ പെർസെന്റ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ഓഫ് പ്ലേറ്റ്, വെലോസിറ്റി എത്രയാണ് യു 5. അതേപോലെ അതിൻ്റെ വെച്ചാൽ സെയിം ഫോർമുല ഹാഫ് ഇൻറ്റു റോ എ ബി ക്യൂ. എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ജെറ്റ്, ആദ്യമാണ് സ്പീഡ് 20. എഫിഷ്യൻസി വെച്ചാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ ഇത്രയും കിട്ടും. ഇത്രയാണ് ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫോഴ്സ് ഓൺ എ കർവ്ഡ് പ്ലേറ്റ് when plate is moving in the direction of jet strikes at the center of plate. Force on a curved plate, ഒരു curved plate ഉണ്ട്, when plate is moving in the direction of jet. നമ്മൾ ഇതേപോലെ ഫിക്സഡ് അല്ലെ
വെർട്ടിക്കൽ പ്ലേറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന നമ്മൾ പഠിച്ചായിരുന്നു. അതേപോലെ ഇൻക്ലൈൻഡ് പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി യു പഠിച്ചായിരുന്നു. ഇനി അടുത്ത് പഠിക്കാൻ പോണത് ഒരു കർവ്ഡ് പ്ലേറ്റിന്റെ പ്ലേറ്റിൽ എവിടെയാണ് ജെറ്റ് സ്ട്രൈക്ക് ചെയ്യണം? ജെറ്റ് സ്ട്രൈക്സ് അറ്റ് സെൻറ്ററിലാണ് സ്ട്രൈക്ക് ചെയ്യണം. സിമെട്രിക്കലായി രണ്ട് സൈഡും ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ 8 ഇല്ല, സിമെട്രിക്കലായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ആദ്യം പഠിച്ചാൽ ഇതൊരു ഫിക്സ് ചെയ്ത് വെച്ചാൽ കർവ്ഡ് പ്ലേറ്റാണ്. ഇപ്പോൾ മൂവ് കൂടെ ചെയ്തു യു. അപ്പോൾ വെലോസിറ്റി ജെറ്റ് എന്ന വെലോസിറ്റി വി, ഇതിൻ്റെ വെലോസിറ്റി യു. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി വി മൈനസ് യു. എന്നിട്ട് അത് ഇങ്ങോട്ടും പോകും. നമ്മൾ മുകളിലുള്ള കാര്യം ഇത് പോണ വെലോസിറ്റി വി മൈനസ് ഔട്ട്ലെറ്റ് കൂടെ, ഇത് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പോണ വെലോസിറ്റി വി മൈനസ് യു. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. അതാണ് ആ ജെറ്റിൻ്റെ ലൈനിൻ്റെ കൂടെ ആ ലൈൻ ഈ പോകുന്ന ഔട്ട്ലെറ്റ് ഫൈനൽ വെലോസിറ്റി ഉണ്ടാകുന്ന ആ ലൈൻ അതാണ് ബീറ്റ. മൊത്തം 180 ഇത്ര 180 മൈനസ് ബീറ്റ. അപ്പോൾ ഇതിനെ വീണ്ടും നമുക്ക് ഇവിടെ ബീറ്റ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ബീറ്റ രണ്ട് കറസ്പോണ്ടിങ് ആംഗിളാണ്. ഇത് ഈ ലൈനും പാരലൽ. അപ്പോൾ ഇത് രണ്ടും ബീറ്റ ആയിരിക്കും. അപ്പോൾ ഇത് വി മൈനസ് യു ആണെങ്കിൽ വി മൈനസ് യു കോസ് ബീറ്റ, ഇത് സൈൻ ബീറ്റ. ബീറ്റയുടെ അടുത്ത് ചെയ്യുന്ന കോസ് ഇത് ചെയ്യുന്ന സൈൻ. അപ്പോൾ ഇത് ഫൈനൽ വെലോസിറ്റി, ഇതെന്താണ് ഇനിഷ്യൽ വെലോസിറ്റി. ഇത് ഇവിടെ നമുക്ക് എന്താ മാസ് എഫ് എക്സ് കണ്ടുപിടിക്കേണ്ടതാണ്. എഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് എക്സ് ഇസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ്. ഇതെല്ലാത്തിനും സെയിം. മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി എക്സ് ഡയറക്ഷൻ മൈനസ് ഫൈനൽ വെലോസിറ്റി എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടുത്തെ മാസ് ഫ്ലോ റേറ്റ് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫിക്സഡ് അല്ല. ഫിക്സഡ് ആണെങ്കിൽ റോ എ ഇൻറ്റു ഇവിടെ തോരേണ്ട വെലോസിറ്റി ബി. എന്നുവെച്ചാൽ ഒരു സെക്കൻഡിൽ റോ എ ബി, ഒരു സെക്കൻഡിൽ റോ എ ബി കിലോഗ്രാം, അത് മാസം നോക്കണം. റോ എ ബി 1 സെക്കൻഡ്, ഓരോ സെക്കൻഡിലും റോ എ ബി അത്രയും മാസ് അല്ലെങ്കിൽ അത്രയും കിലോഗ്രാം വെള്ളം വാട്ടർ സ്ട്രൈക്ക്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഇത് ഫിക്സഡ് ആയിരുന്നു. ഇത് ഞാൻ മൂവ് ചെയ്യുമ്പോൾ അത്രയും സ്ട്രൈക്ക് ചെയ്യില്ല, കുറച്ച് ലോസ് ആയി പോകും. അതാണ് റിലേറ്റീവ് വെലോസിറ്റി. അപ്പം ഇവിടെ എടുക്കേണ്ടതാണ് റോ എ ഇൻറ്റു ബി മൈനസ് യു ആണ് റോ എ ഇൻറ്റു ബി മൈനസ് യു. അതേസമയം തന്നെ ഇതിപ്പോൾ മൂവ് ചെയ്യുകയും ചെയ്യണം. അതേപോലെ ഇതുപോലെയാണ് സീരീസ് ഓഫ് കർവ്ഡ് പ്ലേറ്റ്. ഇങ്ങനെ ഇതിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ, ഇപ്പോൾ കുറേ ഉണ്ട്. അതാണ് ഇവിടെ അടുത്ത് പഠിക്കാൻ നമ്മൾ. ഇതേപോലെ കുറേ ഉണ്ട് അല്ലേ, 1 2 3 കുറേ ഇതുകൊണ്ട് അതിൽ ഓരോന്ന് കർവ്ഡ് ഷേപ്പ് വേണം. അതെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് ഇതെന്ന് വെച്ചാൽ ഫിക്സഡിൻ്റെ അതേ പ്രോപ്പർട്ടി ഒരെണ്ണം മൂവുമ്പോൾ അടുത്ത് വരും. അപ്പോൾ ഫിക്സ് ചെയ്തേക്കണം അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ എഫക്റ്റ് വരും. അപ്പോൾ അത് എടുക്കേണ്ടതാണ് ഫിക്സഡിൻ്റെ. അപ്പോൾ ഇവിടെ എടുക്കേണ്ടത് റോ എ ഇൻറ്റു ആദ്യം കാണുന്ന സ്പീഡാണ് ബി ആണുള്ള വ്യത്യാസം. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഇതിൻ്റെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇത് മൂവ് ചെയ്യുന്ന ഒറ്റ ഒരെണ്ണമാണ്, സിംഗിൾ പ്ലേറ്റാണ്, സിംഗിൾ കർവ്ഡ് പ്ലേറ്റ്. ഇതെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് സീരീസ് ഓഫ് ഫോഴ്സ് എക്സെപ്റ്റോടെ സീരീസ് ഓഫ് കർവ്ഡ് പ്ലേറ്റ്. സീരീസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകുമ്പോൾ അടുത്ത് കിട്ടും. അപ്പോൾ എപ്പോഴും ഒരെണ്ണം ഇവിടെ കാണും. അപ്പോൾ ഫിക്സഡിൻ്റെ എഫക്റ്റ് എന്ന് വെച്ചാൽ റോ എ ഇൻറ്റു ബി. ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒന്ന് പോയാൽ ഇല്ല. പിന്നെ ഇങ്ങോട്ട് പോകുന്നതോറും ഇതിൻ്റെ എഫക്റ്റ് ജെറ്റിൻ്റെ എഫക്റ്റ് കുറഞ്ഞുകൊണ്ട് വരും. ഈ ഫ്ലൈറ്റ് ഇങ്ങോട്ട് പോകുന്നത് തെറ്റുന്ന വെലോസിറ്റി. ഈ പോണ ആ സ്പീഡ് എപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകില്ല. ജെറ്റിൻ്റെ വെലോസിറ്റി ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒരുത്തോളം കുറഞ്ഞ് അവസാനം സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് അതാണ് ഇങ്ങനെ വന്ന കാര്യം. അപ്പോൾ എഫ് എക്സ് ഇസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ ഇതാണ് വേണം. ആ ഒരു കുറച്ച് മാസ് സ്ട്രൈക്ക് ചെയ്യണം. അപ്പം ബി മൈനസ് യു ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി നെക്സ്റ്റ് അതാണ് ബി മൈനസ് യു മൈനസ് ഫൈനൽ വെലോസിറ്റി നെക്സ്റ്റ് ആണ്. ഫൈനൽ വെലോസിറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റിസോൾട്ട് ഇതാണ് വേണം. എക്സ് ഡയറക്ഷനിലുള്ള ഇത് അതിന് 2 റിസോൾട്ട് ഇത് എക്സ് ഡയറക്ഷനിലുള്ള ഇതാണ്. ഇത് പോകണമെന്ന് വെച്ചാൽ ലെഫ്റ്റിലോട്ടാണ്. നമ്മൾ എടുക്കണം. എക്സ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇങ്ങോട്ടാണ്, ഇത് ലെഫ്റ്റിലോട്ടായതുകൊണ്ട് നെഗറ്റീവ് മൈനസ് എഴുതി. അതേപോലെ ഫൈനൽ വെലോസിറ്റി എന്നാണ് നെഗറ്റീവ് ഓഫ് ഈ വാല്യൂ ഇടണം. ഈ വാല്യൂവിൻ്റെ നെഗറ്റീവ് ആണ് ഇവിടെ ഇടണം, നെഗറ്റീവ്. ഇങ്ങനെ ഈ വർക്ക് ഇടണമെന്ന് വെച്ചാൽ എഫ് എക്സ് ഇൻറ്റു ടു പോണ ഇതിൻ്റെ ഫ്ലൈറ്റിൻ്റെ സ്പീഡ്. അപ്പം ഇത് കിട്ടും. അതേപോലെ കൈൻഡ് ചെയ്താൽ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു റോ ഇതെല്ലാം സെയിം തന്നെ ആയിരിക്കും. ഇവിടെ നിന്ന് വരുന്ന ഇനീഷ്യൽ വരുന്ന റോ ഇൻറ്റു എ ബി ടു. അപ്പോൾ ഇനീഷ്യൽ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ വർക്ക് ഇടാണ്. ഇൻപുട്ട് എന്ന് വെച്ചാൽ കൈൻഡ് ചെയ്താൽ ചെയ്യുമ്പോൾ ഇങ്ങനെ അവസാനം സിമ്പിൾ കഴിഞ്ഞായിട്ട് ഇനി പഴയതുപോലെ ഇതിൽ നമുക്ക് ഉള്ള ടേംസ് എന്ന് വെച്ചാൽ യു ഉണ്ട് വി ഉണ്ട്. വി എന്ന് വെച്ചാൽ ഇതിൻ്റെ ജെറ്റിൻ്റെ സ്പീഡ്, യു എന്ന് വെച്ചാൽ പ്ലേറ്റിൻ്റെ സ്പീഡ്. അപ്പോൾ ഫോർ ഗിവൺ ജെറ്റ് വെലോസിറ്റി വി ഗിവൺ ജെറ്റ് വെലോസിറ്റി. അപ്പം ജെറ്റിൻ്റെ വെലോസിറ്റി എന്ന് വെച്ചാൽ വി അത് ഗിവൺ ആണ്. അപ്പോൾ വി ഗിവൺ ആണെങ്കിൽ അപ്പോൾ ഇതിലെ ബാക്കിയുള്ള ഏതാണ് വേരി ചെയ്യുന്നത് യു ആണ്. അപ്പോൾ നമ്മളെ
എഫിഷ്യൻസി മാക്സിമം ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യൽ എന്തായിരുന്നു? 0 ആണ്. അപ്പോൾ d/du. യു എടുത്തതെന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ യു മാത്രമേ വേരിയബിൾ ഉള്ളൂ. ബി നമ്മൾ എന്താ എടുക്കുന്നത്? ഈ ബി നമ്മൾ ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് എടുക്കുന്നത്. ജെറ്റിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, വെറുതെ വെലോസിറ്റി ഗിവൺ. അപ്പോൾ യു മാത്രമേ വേരിയബിൾ ഉള്ളൂ. അതുകൊണ്ടാണ് d/du എന്നുള്ളത്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യൽ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കി അറിയാം ഇതിന് വി കോൺസ്റ്റന്റ് ആണല്ലേ. അപ്പോൾ വി ക്യൂബ് കോൺസ്റ്റന്റ്, 2 കോൺസ്റ്റന്റ്, അതേപോലെ 1 + cos β കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എഴുതാം. ഇതിൽ 2 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ്, വി ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, അതിൽ 1 + cos β. അതെല്ലാം നമ്മൾ പുറത്തെടുത്തിട്ട് ഡിവൈഡ് ചെയ്താൽ 0 കിട്ടും. ബാക്കി എന്താണ്? u × v - u ഹോൾ സ്ക്വയർ ആണ്. u × v - u ഹോൾ സ്ക്വയർ d/du ഓഫ്. ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവസാനം നമുക്ക് v = 3u എന്നത്. അത് വീണ്ടും എടുത്ത് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എഫിഷ്യൻസിയുടെ ഫോർമുലേറ്റ് എടുക്കുന്നു. എഫിഷ്യൻസി മാക്സിമം എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയാണ് അതിന് ഡിഫറൻഷ്യൽ 0 എന്നുള്ളത്. അവസാനം എന്ത്? 8/27 × 1 + cos β എന്നുണ്ട്. ഇതേ ഫോർമുല വേറെ കുറച്ച് വ്യത്യാസപ്പെടുത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഇതുപോലെ വെർട്ടിക്കൽ പ്ലേറ്റ് മൂവിങ് വിത്ത് വെലോസിറ്റി u. ഇത് കർവ്ഡ് പ്ലേറ്റ് മൂവിങ് വിത്ത് വെലോസിറ്റി u. കറക്റ്റ് വെർട്ടിക്കലായിട്ടുള്ള ഒരു പ്ലേറ്റ് u വെലോസിറ്റി മൂവ് ചെയ്ത് ജെറ്റ് ഇതേപോലെ വീല് ഹിറ്റ് ചെയ്താൽ അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി 8/27 ആയിരിക്കും. ഇത് കർവ്ഡ് ആയതുകൊണ്ട് 1 + cos β എന്നുള്ള കാര്യം ഉണ്ടോ, ഫാക്ടറും കൂടെ അതിനുണ്ടോ. അതുവഴി നമ്മൾ ഫോഴ്സ് എക്സർട്ടഡ് ഓൺ എ സീരീസ് ഓഫ് കർവ്ഡ് വേവ്സ് ജെറ്റ് സ്പൈക്സ് അറ്റ് ദ സെന്റർ ഓഫ് പ്ലേറ്റ്. ഇത് പഠിച്ച അതേപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ജെറ്റ് സെൻട്രലായിട്ട്. ഇതും അങ്ങനെ, ഇത് സെയിം തന്നെ. ജെറ്റ് എവിടെയാണ്? ഇതിൻ്റെ കർവ്ഡ് പ്ലേറ്റിന്റെ സെൻട്രൽ. ഇതിന്റെ സെയിം കാര്യം തന്നെ ഇവിടെ അല്ല. തിരിച്ചു പോകണ വെലോസിറ്റി v - u. ഇവിടെ എന്താണ്? ഇവിടെ ഫലമില്ലാതെ എഴുതാം v - u. ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ബീറ്റ, ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ബീറ്റ. അതേപോലെ തിരിച്ചു പോകുന്ന ഇവിടെ ഫൈനൽ വെലോസിറ്റി v - u, ഇവിടെ v - u. ഇതിന് റിസോൾവ് വേണമെങ്കിൽ ഇവിടെ റിസോൾവ് ചെയ്യാം. ഇവിടെ v - u cos β. ഇവിടെ ഫലമില്ലാതെ എഴുതാം. ഇവിടെ ഇതേ സെയിം കാര്യം ഇവിടെ വരും. പ്ലേറ്റ് അല്ല, ഇത് മൂവ് ചെയ്യുന്നു. വെലോസിറ്റി u, ഇതിന്റെ വെലോസിറ്റി u, അതേപോലെ ജെറ്റിന്റെ വെലോസിറ്റി v, ഇതിന്റെ വെലോസിറ്റി v. ഒരൊറ്റ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ആണെങ്കിൽ ഒരൊറ്റ സിംഗിൾ പ്ലേറ്റ് ആണ്, ഒരു സിംഗിൾ കർവ്ഡ് പ്ലേറ്റ് ആണ്, ഒറ്റ ഒരെണ്ണമാണ്. ഇതെന്ന് വെച്ചാൽ സീരീസ് ഓഫ് കർവ്ഡ് പ്ലേറ്റ്. അവിടെ നോക്കിയാൽ അറിയാം, 1, 2 കുറേ ഉണ്ട് സീരീസ്. അപ്പോൾ ഈ ജെറ്റ് ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതിൻ്റെ വെലോസിറ്റി ആണ് u, ജെറ്റിന്റെ വെലോസിറ്റി v. അപ്പോൾ സീരീസ് ആയതുകൊണ്ട് ഒന്ന് പോകുമ്പോൾ അടുത്ത് വരും. അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റ് എപ്പോഴും ഇങ്ങനെ കാണും. ഞാൻ വേറെ കാര്യം വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു AB, ഒറ്റ വെയിനെ ഞാൻ എടുത്തു. ഒറ്റ വെയിൻ അല്ലെങ്കിൽ പ്ലേറ്റ്. ഇതിനെയാണ് ഒരു വെയിൻ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത്. അതിനാണ് AB എന്ന് കാണിച്ചത്. അതിപ്പോൾ ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ എങ്ങനെ ഇരിക്കും? കർവ്ഡാണ്. അങ്ങനെ വരച്ചിട്ടുള്ളത്. ഫോഴ്സ് എക്സർട്ടഡ് ഓൺ എ സീരീസ് ഓഫ് കർവ്ഡ് വെയിൻസ് ആണ്. ഇവിടെ സ്ട്രൈറ്റ് വെർട്ടിക്കലായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ്? കർവ്ഡാണ്. വരച്ച മനസ്സിലാവില്ല. അതുകൊണ്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ഡീറ്റെയിൽസിലൂടെ വരച്ചു. അപ്പം വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഒറ്റ ഒരു പ്ലേറ്റേ ഉള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ സീരീസ് ആണ്, ഒരു ഗ്രൂപ്പാണ്, ഒരു റോഡ്. അപ്പോൾ ഒന്ന് പോകുമ്പോൾ അടുത്ത് വരും. അപ്പോൾ എപ്പോഴും ഒരെണ്ണം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു ഫീൽ ഉണ്ടാവും അല്ലേ. അപ്പം അത് ഫിക്സഡ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. ഫിക്സഡ് ചെയ്തെന്ന് വെച്ചാൽ എന്താണ്? മാസ് ഫ്ലോ റേറ്റ് എന്തായിരിക്കും? ഫിക്സഡ് ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞത് മാസ് ഫ്ലോ റേറ്റ് എന്ന് വെച്ചാൽ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത് എന്താണ്? അതിൽ വരുന്ന ഒരു സെക്കൻഡിൽ ആക്ട് ചെയ്യുന്ന, ഒരു സെക്കൻഡിൽ സ്ട്രൈക്ക് ചെയ്യണ മാസ് ρ(a)v ആയിരിക്കും. ഇതിങ്ങനെ നമ്മൾ ഇത് കണ്ട ഇതിൻ്റെ ഡിഫറൻസ് ഇത് നോക്കിയാൽ എന്ന് വെച്ചാൽ ρ(a) × v - u. കാരണം ഇതിങ്ങനെ രണ്ടും മൂവിയാണ്, ഇതും മൂവിയാണ്. അപ്പോൾ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിൽ സ്ട്രൈക്ക് ചെയ്യണ മാസ് കുറയും. ഫിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്, ഫിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ ഫുൾ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അതേ എഫക്റ്റാണ് ഇവിടെ ഉണ്ടാവും. ഫുൾ സ്ട്രൈക്ക് ρ(a)v. ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് സ്ട്രൈക്ക് ഉണ്ട്, റിലേറ്റീവ് മോഷനാണ് v - u. അപ്പോൾ എഫക്ട് ചെയ്ത് ρ(a)v × ഇനിഷ്യൽ വെലോസിറ്റി ഇൻ x ഡയറക്ഷൻ മൈനസ് ഫൈനൽ വെലോസിറ്റി x ഡയറക്ഷൻ. ഇത് എല്ലാം സെയിം ആണ്. ρ(a)v മാത്രം വ്യത്യാസമുള്ളൂ. ഇവിടെ ρ(a) × v - u, ഇവിടെ ρ(a)v വരും. ഇനിഷ്യൽ വെലോസിറ്റി ഇൻ x ഡയറക്ഷൻ അതെല്ലാം ഇതിൽ നമുക്ക് എഴുതാം. x ഡയറക്ഷൻ എന്താണ്? v - u. അതേപോലെ ഫൈനൽ വെലോസിറ്റി എന്താണ്? v - u cos β. അത് ലെഫ്റ്റിലോട്ടാണ് മൈനസ്. സെയിം ഇത് തന്നെ വരും. ഇവിടെ മാത്രം വ്യത്യാസം വരുള്ളൂ. അപ്പോൾ എഫക്ട്സ് ഇട്ട് വർക്ക് ഡൺ പെർ സെക്കൻഡ് കിട്ടും × u ചെയ്യുമ്പോൾ. കൈനറ്റിക് എനർജി ഉണ്ട്. എഫിഷ്യൻസി വെച്ചാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അത് ചെയ്യുമ്പോൾ ഇത്രയും കിട്ടും. പഴയതുപോലെ ഫോർ ഗിവൺ ഈ v നമുക്ക് അറിയാം. ഈ ജെറ്റിന്റെ വെലോസിറ്റി v നമുക്ക് ഗിവൺ. അപ്പോൾ അവിടെ ബാക്കി വേരി ചെയ്യുന്നത് എന്താണ്? u മാത്രമേ ഉള്ളൂ. ബീറ്റ എല്ലാം നമ്മൾ കോൺസ്റ്റന്റ് ഉണ്ട്. ബിയും ബീറ്റ എല്ലാം കോൺസ്റ്റന്റ്. അപ്പോൾ വേരി ചെയ്യുന്ന വെക്ടർ u.
ഇപ്പം എഫിഷ്യൻസി മാക്സിമം ആണെങ്കിൽ ദ എഫിഷ്യൻസി ഈറ്റ ഈസ് മാക്സിമം വെൻ ഡിഫറൻഷ്യൽ എന്തായിരിക്കും? അതിന് ഡിഫറൻഷ്യൽ 0 ആണ്. ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു അറിയണം ബിയും കോൺസ്റ്റന്റ് ആണ്, ബിയും ബീറ്റയും കോൺസ്റ്റന്റ്. അപ്പോൾ ബാക്കിയുള്ളതാണ് യു. അപ്പോൾ ഡി യു ബൈ ഡി യു ഓഫ് ഈറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ യു കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ നമുക്ക് കോൺസ്റ്റന്റ് വെളിയെടുക്കാം? ബി കോൺസ്റ്റന്റ്, ബി സ്ക്വയർ കോൺസ്റ്റന്റ്, 2 കോൺസ്റ്റന്റ്, 1 പ്ലസ് ബീറ്റ കോൺസ്റ്റന്റ്, 1 പ്ലസ് കോസ് ബീറ്റ. അപ്പോൾ അതിനെല്ലാം പുറത്തെടുത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണ്. ബാക്കിയുള്ളത് യു ഇൻറ്റു ബി മൈനസ് യു, ഡി ബൈ ഡി യു യു ഇൻറ്റു ബി മൈനസ് യു 0. പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യുമ്പോൾ ബി ഈക്വൽ 2u എന്നുണ്ട്. ഇത് കാരണം ജെറ്റിൻ്റെ സ്പീഡ് ഈ പ്ലേറ്റിൻ്റെ സ്പീഡിൻ്റെ 2 ടൈംസ്. അപ്പോൾ എടുക്കുമ്പോൾ ഈറ്റ മാക്സ് ഈസ് ഈക്വൽ 1 പ്ലസ് കോസ് ബീറ്റ ബൈ 2 എന്നുണ്ട്. ഇനി ഇതിനെ വീണ്ടും നമുക്ക് ഈ ബീറ്റ എന്ന് വെച്ചാൽ ആംഗിൾ ആണ് അല്ലേ? ഇത് നോക്കിയാൽ ഈ പടം നോക്കിയാൽ ഈ ഇങ്ങനെ ഔട്ട്ലെറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ആംഗിൾ, ആ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി പോകുന്ന ആംഗിളിനാണ് എന്ത് പറയണം? ആ പോണ ആ വെലോസിറ്റി ഹൊറിസോണ്ടലി ഉണ്ടാക്കുന്ന ആംഗിൾ, ആ ഈ ജെറ്റിന്റെ ഡയറക്ഷനിലോട്ട് ഉണ്ടാകുന്ന ആംഗിൾ, ഇത്ര ആംഗിളാണ് ബീറ്റ. അപ്പൊ ആ ബീറ്റ വാല്യൂ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ആ ബീറ്റ നമുക്ക് ഈ വാല്യൂ ഈറ്റ മാക്സ്, ഇത് മാക്സിമം വാല്യൂ ഇടണമെങ്കിൽ ബീറ്റയ്ക്ക് എത്ര ഇട്ട് എടുത്താൽ 0 ഇട്ട് എടുത്താൽ 0. ബീറ്റ 0 ആയാൽ കോസ് ബീറ്റ എത്ര 1 ആവും. കോസ് ബീറ്റ 1. അപ്പോൾ 1 പ്ലസ് 1 2, 2/2 1. 1 വെച്ചാൽ എത്ര 100%. അപ്പോൾ എഫിഷ്യൻസി മാക്സിമം കിട്ടണം 100% കിട്ടണമെങ്കിൽ ബീറ്റ എത്ര ചെയ്യണം? ബീറ്റ 0 ചെയ്യണം. 0 ബീറ്റ 0ൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പോയാൽ ഇപ്പോൾ ഈ ഡാൻസിൽ പോയാൽ ഇത്രയും ബീറ്റ ഉണ്ടല്ലേ? കുറച്ചുകൂടെ കുറഞ്ഞല്ല ഇങ്ങനെ പോയാൽ ബീറ്റ കുറയും. അങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ കറക്റ്റ് ഇതേപോലെ പോയാൽ കറക്റ്റ് ഇതേ ഡാൻസ് പോയാൽ നമ്മൾ ഇങ്ങനെ പോകുന്നതിനാൽ ഔട്ട്ലെറ്റ് വെലോസിറ്റി ഇങ്ങനെ പോകുന്നതിനേക്കാൾ കുറഞ്ഞ് ഇങ്ങനെ പോയാൽ ബീറ്റ് എത്രയാവും? 0. അപ്പോൾ ഇങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഇവിടെ പഠിച്ചിരിക്കണം. കറക്റ്റ് കണ്ട കറക്റ്റ് ഇതേപോലെ ഹൊറിസോണ്ടൽ ജെറ്റിൻ്റെ അതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകാം. അപ്പോൾ അങ്ങനെ പോയാൽ ബീറ്റ് എന്തായിരിക്കും? 0. എഫിഷ്യൻസി 100%. അപ്പോൾ ഇങ്ങനെ പോകണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഈ കറവ്ഡ് പ്ലേറ്റിനെ കുറച്ചും കൂടെ അതിനെ കറവ് കൂട്ടി അതിനൊരു സെമി സർക്കിൾ ഷേപ്പിലാണ് ഇതിനെ. ഇപ്പോൾ ഈ കറവ്ഡ് പ്ലേറ്റിനെ അതിൻ്റെ കറവ് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ സെമി സർക്കിൾ, അതിൻ്റെ റേഡിയസ് കുറച്ച് തന്നെ സെമി സർക്കിൾ ഷേപ്പിലാക്കിയാൽ മാത്രമേ എന്നേ ഉള്ളൂ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് പോണത് കറക്റ്റ് എന്തായിരിക്കും? ഇതിന് ഈ ജെറ്റിന് പാരലായിട്ട് പോകും. അപ്പം ബീറ്റ 0 ആവും. അപ്പോൾ അവിടെ ആയിട്ടുള്ളൂ.